നമസ്കാരം. അപ്പോൾ ഇതാണ് ഞൊട്ടങ്ങ, ഞൊട്ടാഞ്ഞൊടിയൻ, ഗോൾഡൻ ബെറി എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഞാനിത് പച്ചക്കറി നട്ടപ്പോൾ ഇവിടെ തൊടിയിലൊരു തൈ മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്തിട്ട് ആ പച്ചക്കറി നട്ടാൻ അതേ ലൈനിൽ നട്ടു. അപ്പോൾ ഇത് ഒരു 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വളർന്ന് പെട്ടെന്ന് വളരും. ഒരു 2 മാസം 2.5 മാസത്തിനുള്ളിൽ കായ പിടിച്ചതൊക്കെ പഴുത്ത് ഒക്കെ തീരുമാനമാവും, പെട്ടെന്ന് തീരുമാനമാവും. നല്ല വളർച്ചയാണ്. അപ്പം ഇതിന് കീടങ്ങളൊന്നും അധികം അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. കീടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിവിടെ റോഡ് സൈഡിലും അവിടെയും ഇവിടെയും പറമ്പിലും തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പം നമ്മൾ അന്നൊക്കെ ഇത് ചെറുപ്പകാലത്തൊക്കെ ഇത് പഴുത്താൽ ഇത് പൊട്ടിച്ച് തിന്നും. ഇത് പഴുക്കാതെ തിന്നാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് അറിവ് കിട്ടിയത്. പഴുക്കാതെ ആരും ഇത് തിന്നരുത്. പിന്നെ അതിന് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അത് 2.5 മാസമായപ്പോഴേക്ക് ഓണത്തിൻ്റെ മുമ്പായിട്ട്, ഞാൻ ജൂൺ ആ സമയത്താണ് നട്ടത്, ജൂൺ ജൂലൈ ആ സമയത്താണ് നട്ടത്. കണ്ടോ, ഇത് പഴുത്ത് നല്ല മധുര, വേറെ ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് പച്ചയ്ക്ക് ഒരിക്കലും ആരും കഴിക്കരുതെന്നാണ് പറയുന്നത്. പഴുത്തതിന് ശേഷം കഴിക്കുക. പിന്നെ ഇതിൻ്റെ വേര്, ഇതിൻ്റെ തണ്ടൊക്കെ വെള്ളം ഒക്കെ കാച്ചി കുടിച്ചാൽ എന്താ വയറ് കുറയും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്തതൊന്നും പറയാൻ ഞാൻ സന്നദ്ധനല്ല. മാത്രമല്ല, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമ്മളതേ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറൊക്കെ കണ്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ വേരും ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ഇലയൊക്കെ പറിച്ച് തിന്നാൽ വേറെ വല്ല അസുഖം ഉണ്ടാവും. അത് നമുക്ക് എന്താണെന്നുള്ളതും സ്ഥിരീകരിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. ഔഷധ ഗുണങ്ങളുണ്ട്. പഴം എന്തായാലും കഴിക്കാം, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് താഴത്തും, ഇത് ഓണമൊക്കെ കഴിഞ്ഞ് അതൊക്കെ പെട്ടെന്ന് തീരുമാനമായി. അപ്പോൾ അതിനുശേഷം വേറെ താഴത്തൊന്നും ഇതാ പൊട്ടി മുളച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ 4 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നിറയെ കായ്കളുമുണ്ട്. അപ്പോൾ ഞാനതിനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അത് അവിടെ തന്നെ നിന്നിട്ട് അവിടെ തന്നെ വളർന്നതാണ്. ഉണ്ടോ, ഒരു വളമൊന്നും കൊടുത്തിട്ടില്ല. അത് അവിടുത്തെ വളം വലിച്ചെടുത്തിട്ട് ഉണ്ടായതാണ്. ഇത് നിറയെ ഉണ്ടാവും, തൊടിയിലും ഒക്കെ നിറയെ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല വില ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അതിൽ നിന്നും കിട്ടി കുറേ. പിന്നെ അത് ഒരുമിച്ച് പറിക്കാൻ നിൽക്കില്ല, അതിൻ്റെ മുമ്പ് എല്ലാവരും പറിച്ചെടുത്ത് തിന്നൽ തുടങ്ങും. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 2-3 ഇവിടെ വെച്ചതാണ്. അതും കിട്ടൂല, കുട്ടികളൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ പറിച്ച് തിന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.